റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പനീർ ബട്ടർ മസാല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാനിവിടെ അമൂലിൻ്റെ പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫ്രോസൺ ആയിട്ട് വരുന്ന പനീറാണ്. ഏകദേശം 200 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അധികം സമയം വേണ്ട, കുറച്ച് 5-6 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഐസ് എല്ലാം വിട്ടുമാറി ഏകദേശം ആ സാധാരണ പനീറിൻ്റെ ഫോമായിട്ട് വരും. പിന്നെ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 12 ബദാം എടുത്തിട്ടുണ്ട്, അതായത് ആൽമണ്ട്സും. അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി റേസിൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാനാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ബദാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഇച്ചിരി എണ്ണ മതി. ആ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഐസൊക്കെ വിട്ടുപോയിരിക്കുന്ന പനീറിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, വല്ല 2-3 മിനിറ്റൊക്കെ സോട്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഇതേപോലെ ചെറിയൊരു ബ്രൗൺ കളറാക്കി ഇങ്ങനെ പുറത്ത് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. സാധാരണ വെള്ളം ഒഴിച്ച് വെക്കാം. അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നമ്മളിങ്ങനെ വറുത്തതിന് ശേഷം ഈ പനീറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. വീണ്ടും ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, അതായത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 2 കഷ്ണം ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ട് നമ്മളിതൊക്കെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഓക്കെ, അതിനുശേഷം ഒരു ബേ ലീഫും കൂടെ, ഒരു ചെറിയ കഷ്ണം ബേ ലീഫും കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാനൊരു മീഡിയം സൈസ്ഡ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. വലിയ വലിയ കഷ്ണങ്ങളാണ്, കാരണം അത് പിന്നീട് നമ്മളിത് അരയ്ക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും വലിയ കഷ്ണങ്ങൾ എടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 7-8 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലോട്ട് പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്തിരിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ പൊടിച്ചതുള്ളതുകൊണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പം ഒരു 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടാലും മതിയാവും. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു ഫ്യൂ മിനിറ്റ്സ് സോട്ട് ചെയ്താൽ മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം ഒരു സവോള ഇങ്ങനെ ഏകദേശം ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ സവോള ചേർക്കാം. അതും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം നമ്മൾ ഇതിലോട്ട് മിൽക്ക്, അതായത് പാലാണ് നമ്മൾ ഗ്രേവി ആയിട്ട് ഒഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എരിവ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ചേർത്തുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം ഏകദേശം അതിൻ്റെ റോ സ്മെല്ല് വിട്ടുമാറിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർക്കാം. വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മളത് പിന്നീട് മിക്സിയിൽ അരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യം പോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സോട്ട് ചെയ്ത് ഈ സവോളയും തക്കാളിയും ബാക്കി എല്ലാ സ്പൈസൊക്കെ ഇതേപോലെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനാക്കി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അതേ പാനിലോട്ട് ഞാൻ ഈ പേസ്റ്റ് ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാണ്. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലോട്ട് ഞാൻ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആൽമണ്ട് ആൻഡ് റേസിൻസ് പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലോട്ട് ഞാൻ
ഈ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ, ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വെള്ളത്തിലോട്ട് നമ്മൾ ചെറുതായിട്ട് ഓയിൽ നമ്മളിട്ടൊന്ന് റോസ്റ്റ് ചെയ്തല്ലോ ഈ പനീർ, അതിൻ്റെ ഓയിലെല്ലാം ഇതേപോലെ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇങ്ങനെ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലോട്ട് പോവുകയും ഈ പനീറിനെ കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആക്കുകയും പിന്നെ നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇങ്ങനെ പനീർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ പനീർ എന്നിട്ട് ചെറുതായിട്ടൊരു സ്ക്വീസ് ചെയ്തെടുക്കുക. ഒരുപാട് സ്ക്വീസ് ചെയ്യുമ്പോൾ കാരണം ഇത് ഓൾറെഡി നല്ല സോഫ്റ്റാണ്, പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും തിക്നെസ്സിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സോട്ട് ചെയ്ത് വാങ്ങാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിച്ചായിട്ട്, കുറച്ചും കൂടെ റിച്ചായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്പൈസസിൻ്റെ കൂടെ കസൂരി മേത്തി ആഡ് ചെയ്യാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ വീട്ടിൽ എപ്പോഴും ഒന്നും ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ഒന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണില്ലല്ലോ. അപ്പം ഇതിപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. പനീർ മാത്രം വാങ്ങിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് തന്നെ അത്രയും ഫാറ്റി അല്ല, അതായത് ഒരുപാട് ബട്ടറൊന്നും ഞാൻ ചേർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ചേർത്താൽ തന്നെ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ഷുഗർ, അതായത് നമ്മൾ റേസിൻസ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു മധുരപ്പുണ്ട്. കാരണം പനീർ ബട്ടർ മസാലയ്ക്ക് എപ്പോഴും ചെറിയൊരു സ്പൈസും ചെറിയ മധുരവും കാണും. അപ്പോൾ പഞ്ചസാര ചേർക്കണേലും നല്ലതാണ് നമ്മൾ ഈ റേസിൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടാണ്, അവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡെയിലി ഇങ്ങനെ ബട്ടറും ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് കേടാണ്. അപ്പം ഇത് കുറച്ചും കൂടെ ഹെൽത്തി വേർഷനാണ് അവർ ചെയ്യണത്. പക്ഷെ നല്ല ടേസ്റ്റിയാണെന്നും പറഞ്ഞു. കസൂരി മേത്തി വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നും പറഞ്ഞു. സോ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.